ചേട്ടാ, നമ്മുടെ മിനിസ്റ്റർ എം പി രാജേഷ് ഇന്നൊരു പത്രസമ്മേളനത്തിൽ വെച്ച് മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയെ വളരെ മോശമായ രീതിയിൽ, അങ്ങനെ തന്നെ പറയണം, ഒരു രാഷ്ട്രീയക്കാരന് നിരക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് വാക്കുകൾ കൊണ്ട്. 3 മാസങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് സ്വസ്ഥമായി വീട്ടിലിരുന്ന് സീരിയൽ കാണാൻ സാധിക്കട്ടെ എന്നാണ് എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എനിക്കും നമ്മുടെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാകുന്ന പൊതുവായൊരു സംശയമാണ്, ശരിക്കും രമേശ് ചെന്നിത്തലയാണോ 3 മാസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്ന് സീരിയൽ കാണാൻ പോകുന്നത്, അതോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എം പി രാജേഷാണോ? എം പി രാജേഷ് എന്തെങ്കിലും സീരിയൽ കാണില്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നീ തുടങ്ങിയുള്ള കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ പറയുന്ന ഒരു ബുദ്ധിജീവി കൂടെയാണ്. CPM-ന്റെ പി രാജീവിനെ പോലെ തന്നെ അഭിനവ ബുദ്ധിജീവിയാണ് എം പി രാജേഷ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അദ്ദേഹം പാലക്കാട് തൃത്താലയിൽ ഇദ്ദേഹം ചിലപ്പോൾ മത്സരിക്കാൻ വരെ സാധ്യതയില്ല. കാരണം പാലക്കാടത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ കരുതിയിരുന്ന് തോൽപ്പിക്കാനായി തയ്യാറെടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറയുമ്പോൾ ശരിക്കും ഇനി എം പി രാജേഷ് തന്നെയായിരിക്കും താങ്കൾ പറഞ്ഞ പോലെ വീട്ടിൽ ഇരുന്ന് സീരിയൽ കാണേണ്ടി വരുന്നത്. ഇവിടെ പ്രശാന്ത്, നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ ചില വ്യക്തികളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവും. നമ്മുടെ ഒരു കേട്ടറിവ്, നമുക്കുള്ളൊരു വായിച്ചറിവ്, നമ്മുടെ ഒരു പരിചയം ഒക്കെ ഇതിൽ എം പി രാജേഷ് എന്ന് പറയുന്ന യുവ നേതാവ്, ശരിക്കും എം പി രാജേഷ് ഒരു 45 വയസ്സോ 47 വയസ്സോ ഒക്കെ ഉള്ള ആളാണെന്ന് ഇടയ്ക്കേ വരുള്ളൂ. അപ്പോൾ ഈ എം പി രാജേഷിന് ഞാൻ കാണുന്നത്, എൻ്റെ വായിച്ചറിവിൽ, എൻ്റെ കേട്ടറിവിൽ അദ്ദേഹം ഒരു യൂത്ത് നേതാവായിട്ട് വരുന്ന രംഗം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അദ്ദേഹം എം പി ലോകസഭയിൽ പാലക്കാട് എം പി ആയിരുന്ന ആളാണ്, ശ്രീകണ്ഠനെ തോപ്പിച്ച ആളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിജീവി രാജീവൻ രാജ്യസഭയിൽ ഇരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം സ്പീക്കർ ആയിരുന്നപ്പോഴും നമ്മൾ കണ്ടു, ഈ ഭരണത്തിൽ സ്പീക്കറും അദ്ദേഹമായിരുന്നു. ദെൻ അദ്ദേഹം ഇപ്പം എക്സൈസ് മന്ത്രിയായി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു എം പി രാജേഷിന് വന്ന ഭയങ്കരമായ മാറ്റമുണ്ട്. നമ്മൾ ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നമ്മൾ ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തികൾക്കൊരു മെരിറ്റ് ഈ പാർട്ടിയിലെ അണികളും രാഷ്ട്രീയത്തിന് അതീതമായി ആൾക്കാർ കൊടുക്കാറുണ്ട്. പണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ആയിരുന്നു. ഒരു കൂട്ടം യുവാക്കളെ അവർ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഇന്ന് DYFIയിൽ എത്ര നേതാക്കളുണ്ട് അങ്ങനെ അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ? അല്ല, അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യുവത്വത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു നിൽക്കുന്നത് ആർഷോയാണ്. പേര് പോലെ തന്നെ വെറും ഷോയാണ്. പറയരുത്. അല്ല, ആർഷോ വെറും ഷോയാണെന്ന് ഞാൻ തിരിച്ചെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ആർഷോ വെറും ഷോയാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെയുള്ള ജയ്ക്ക് കൊള്ളാമായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. പുതുപ്പള്ളിയിൽ വെറും സംസാരിക്കാൻ അറിയാം. കോമഡി പീസായി പോയി പുതുപ്പള്ളിയിൽ ജയ്ക്ക്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം മുൻപ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യുവജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇമ്പാക്റ്റ് യുവജനങ്ങൾക്കിടയിൽ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഞാനൊരു അന്ധമാണെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഞാൻ ഒരു അന്ധമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന നെറികേടുകൾ എന്താണെങ്കിലും അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതാണ് എന്നെ പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്. നെറികേട് കാണിക്കുന്നവൻ അച്ഛനാണെങ്കിലും അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി താങ്കൾ ചെയ്തത് തെറ്റാണെന്ന് പറയണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്നിരിക്കുക. ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ പിണറായിയും അദ്ദേഹത്തിന്റെ മരുമകനും ഇപ്പോൾ കാണുന്ന കുറെ രാഷ്ട്രീയ വേഷങ്ങളും കെട്ടിയാടുന്ന കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്നവരല്ല. യുവതയുടെ കാര്യത്തിലേക്ക് അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. സഖാവ് EMS-ഉം സഖാവ് VK നായനാരും സഖാവ് അച്യുതാനന്ദനും അടങ്ങുന്ന ഒരു പറ്റം നേതാക്കൾ, ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ട ഒരു പറ്റം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നത്തെ യുവാക്കൾക്കിടയിലേക്ക് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കാതെ വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നതും കാണിക്കുന്നതും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അച്ഛൻ അല്ലെങ്കിൽ അമ്മായിയച്ഛൻ, മരുമകൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരില് തിട്ടിൽ നിന്ന് മൂത്രമൊഴിച്ചപ്പോൾ ഇരയിൽ വീണ് തെറിച്ചു വീണ ബന്ധത്തിലുണ്ടാകുന്ന കുറെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ സ്വയം ബുദ്ധിജീവി വേഷങ്ങൾ എടുത്താണ് ഇന്ന്. എന്നാൽ വാ തുറന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, കാരണം ബുദ്ധിജീവി വേഷങ്ങൾ സ്വയം എടുത്തണിഞ്ഞിട്ടുള്ള ചില മന്ദബുദ്ധികളും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ചാനലിന്റെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ, ചാനലിന്റെ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ വായിക്ക് വരുന്ന എന്തും കോതയ്ക്ക് പാട്ട് എന്നുള്ളത് പോലെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയുന്ന കുറച്ച് രാഷ്ട്രീയക്കാരാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഒരു പരിധി വരേക്കും കോൺഗ്രസ് ആ ഒരു കാര്യത്തിൽ ഒരു ഇത്തിരി മിതത്വം പാലിക്കാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, ചിലരൊക്കെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കണക്കാണ്, ഒന്നുമില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. ഒരാൾ മാടമ്പി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ റീൽസ് ഇട്ട് കളിക്കുകയാണ്. ഒരാൾ റീൽസ് ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വായിക്ക് വരുന്ന എന്തും വിളിച്ചു പറയുകയാണ്.
ഈ കഴിഞ്ഞ ഇടയ്ക്ക് പെൻഷൻ വാങ്ങി തിന്നിട്ട് ഞങ്ങളെ പറ്റിച്ചു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ ഒരു തലമുതിർന്ന നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ പെൻഷൻ വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്ക് നേരെ പെൻഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന ഔദാര്യമല്ല എന്നുള്ളത് ഈ പറയുന്ന നേതാവ് ഓർക്കണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഓണത്തിന് ബോണസ് കൊടുക്കാനായിട്ട് കേന്ദ്രത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓണം കേരളീയരുടെ ആഘോഷമാണ്, അതിനുവേണ്ടി ബോണസിന് വേണ്ടി കേന്ദ്രത്തോട് ചോദിച്ച് മേടിച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കാർക്ക് മുഴുവനുള്ള ഒരു ആഘോഷമാണ് ഓണം എന്നുള്ള രീതിയിൽ തള്ളിയ ഒരു നേതാവുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഒരു റീൽസിന് എന്ന പോലെ പെൻഷൻ തുക സ്റ്റേജിൽ വെച്ച് മേടിച്ച് ആ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും അത് തിരിച്ചു കൊടുത്ത് എയറിൽ പോയതും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ്. ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടി ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ചു കൂട്ടാനുള്ള തത്രപ്പാടിനിടയ്ക്ക് ആ ഒരു കാലത്ത് മഹാരഥന്മാർ കെട്ടിപ്പടുത്തുകൊണ്ട് വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ഇളകി അത് നിലയില്ല കയത്തിലേക്ക് താഴുകയാണ് എന്നുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ മേലാളന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ യുവത്വത്തിലേക്ക് വന്നാൽ യുവത്വം ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയിൽ മെമ്പർഷിപ്പ് എടുക്കുവാനായിട്ടുള്ള പ്രധാന യോഗ്യത എന്താണ്? ചിന്തിക്കേണ്ട കാരണം എന്താണ് പ്രധാന യോഗ്യത? 4 പേരെ തെറി പറയുകയും 10 പേരെ തല്ലുകയും ആഭാസ്തരം കാണിച്ച് നടക്കുന്നവന് ഡിവൈഎഫ്ഐയിലേക്ക് എൻട്രി വളരെ എളുപ്പമാണ്. പണ്ടിങ്ങനെ ആയിരുന്നോ? പണ്ട് മദ്യപിച്ചിട്ട് ഒരുത്തനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ് മദ്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മദ്യപിക്കുന്നവർക്ക് സ്ഥാനമില്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഉള്ള പൂളയെല്ലാം വലിച്ചു കയറ്റി, അങ്ങനെ തന്നെ പറയണം, കോട്ടയംകാരുടെ പക്ഷേ പറഞ്ഞാൽ ഉള്ള പൂളയെല്ലാം വലിച്ചു കയറ്റി വായിക്ക് വരുന്ന എന്തും പോയി വിളിച്ചു പറഞ്ഞ് എതിർ പ്രസ്ഥാനക്കാരൻ്റെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് അത് മാസ് BGM കയറ്റി റീൽസ് ഇട്ട് നടക്കുന്നതാണ് ഇപ്പോഴത്തെ DFI നേതാക്കൾ. ഞാൻ ആരെയാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞതെന്നുള്ളത് ഈ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം, എൻ്റെ മുന്നിലേക്ക് അയ്യപ്പ ചേട്ടനും അറിയാം. അതായത് നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, MP രാജേഷ് എന്ന് പറയുന്ന നേതാവ് ഇനി തൃത്താലയിൽ മത്സരിക്കില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ മത്സരിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. അതായത് പ്രശാന്ത്, ഇതിനകത്ത് നമ്മൾ പറയേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സീരിയൽ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്നും അവരുടെ ജാഥയ്ക്ക് വരുന്ന ആൾക്കാർ AI അല്ലെ, ഇപ്പോഴത്തെ ടെക്നിക്കൽസ് ഇതല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആളെ നിർത്തുന്നതായിട്ട് ഉള്ള ആക്ഷേപം ഇവർ പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട 1-2 കാഴ്ചകളുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരുപാട് ആൾക്കൂട്ടമുള്ള കണ്ണൂർ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി സംസാരിക്കാൻ വരുമ്പോൾ ഒഴിഞ്ഞ കസേരകൾ നമ്മൾ കണ്ടതാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, ഞാനിത് പറയുമ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു വിടുവായ്ത്തരം പറഞ്ഞു എന്നോ കരുതരുത്. ഇവിടെ ജോലി ചെയ്യാനായിട്ട് വന്ന അതിഥി തൊഴിലാളികൾക്ക് ദിവസക്കൂലി കൊടുത്ത് അവരെ കൊണ്ടുപോയി ഹിന്ദിയിൽ മുദ്രാവാക്യം വിളിപ്പിക്കേണ്ട ഗതികേടൊന്നും എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല. കം ടു ദ പോയിന്റ്. അതായത് MP രാജേഷ് ഇങ്ങനെ ഇദ്ദേഹത്തിനെ കളിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വയം ബോധ്യം ഉണ്ടായാൽ നല്ലത്. എന്താണ് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട സ്വയം ബോധ്യം എന്ന് പറയുന്നത്? ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വ്യക്തമാക്കേണ്ടത്, അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൽ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം ചെറുപ്പക്കാരനല്ല, ഇപ്പം അദ്ദേഹം ചെറുപ്പം വിട്ട് കുറച്ച് മധ്യവയസ്കനിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. മധ്യവയസ്കനായ അദ്ദേഹത്തിൽ നമ്മളൊരു നല്ല നേതാവിനെ, പക്വതയുള്ള നേതാവിനെ കണ്ടു. വാക്കുകളിലെ പക്വതയും പെരുമാറ്റവും ഒക്കെ ഇപ്പം ഇന്ന് നമ്മളൊരു പുതിയ വാർത്ത കണ്ടു. എക്സൈസ് മന്ത്രിയാണ് അദ്ദേഹം. ബാറുകൾക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ മദ്യപിക്കാൻ അവസരം. ഒരു മദ്യത്തിന്റെ, സർക്കാർ ഉണ്ടാക്കുന്ന മദ്യത്തിന് ഒരു പേര് പറയാൻ അദ്ദേഹം ഒരു മത്സരം നടത്തി. അറിഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സർക്കാരിന് എങ്ങനെയെല്ലാം കാശുണ്ടാക്കി കൊടുക്കാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട MP രാജേഷ്. അതിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം പാലക്കാട് തൃത്താലയിൽ നിന്ന് ജയിച്ച ആളാണ്. പാലക്കാടുകാരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാലക്കാട് നിങ്ങളും പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. കുറെയെങ്കിലും നന്മയുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് പാലക്കാട്. വേരുകളുള്ള ഒരു കോട്ടയംകാരനാണ്. അതെ. അപ്പോൾ പാലക്കാട് ഈ പറയുന്ന പോലെ കുറച്ച് നല്ല മനുഷ്യരുള്ള സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഈ ബ്രൂവറിയുടെ നിർമ്മാണത്തിന് ശ്രമിച്ചത് അറിയാമല്ലോ, ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ ശ്രമിച്ചത് അറിയാമല്ലോ. അവരുടെ കുടിവെള്ളം അന്ന് ഈ VS ജീവിച്ചിരിക്കുന്ന സമരത്തിൽ കൊക്കോകോള വരുന്നതിനെ എതിർത്ത VSനൊപ്പം സമരത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം ഈ പറയുന്ന MP രാജേഷിനുണ്ടായിരുന്നു. MP രാജേഷ് പാർലമെന്ററി തലത്തിൽ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇനി ഒരിക്കൽ കൂടെ കേരളത്തിൽ ഇടതു ഭരണം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് കാരണക്കാരായി, അതായത് ഇദ്ദേഹം ഇനി ഭരണത്തിലേക്ക് വരരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് പറയുന്ന കൂട്ടത്തിൽ തന്നെ MP രാജേഷും P രാജീവും ഇവരാരും ഇനി പാർലമെന്റ് തലത്തിൽ മന്ത്രിയായി കാണാൻ ഈ ഇടത് അനുഭാവികൾ പോലും, അതായത് CPM പാർട്ടിയിലുള്ളവർ പോലും ആഗ്രഹിക്കുന്നില്ല. അത്ര കണ്ട് പ്രകടനപരതയാണ് ഇവർ. തീർച്ചയായിട്ടും ചേട്ടാ, ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിനിപ്പുറം ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തെ കൂടി പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം വിടുവായത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പണ്ട് കൊക്കക്കോള കമ്പനിയുടെ സമരത്തിനെതിരെ നമ്മുടെ VSന്റെ ഒപ്പം നിന്ന ഒരു ചെറുപ്പക്കാരൻ, അന്നത്തെ DYFI നേതാവായിരുന്ന MP രാജേഷ്, അത് പറയുമ്പോൾ ഇന്നത്തെ ഈ വിടുവായത്തരം പറയുന്ന MP രാജേഷ്, അപ്പോൾ അതിനെക്കുറിച്ച് ഈ
കാണുന്ന പ്രേക്ഷകർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന രീതിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്ദനം ചാരിയിരുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ചന്ദനത്തിൻ്റെ സുഗന്ധം വരുന്നുണ്ടായിരുന്നു. ചാണകം ചാരി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നത് ചാണകത്തെക്കാളേറെ മാലിന്യത്തിൻ്റെ ഗന്ധം. അതാണ് കറക്റ്റ് പോയിന്റ്.